നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അറുതിയില്ലാതെ അപകടങ്ങൾ. പിലാത്രയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 25 പേർക്ക് പരിക്ക്. ഒരാളുടെ നില അതീവ ഗുരുതരം. ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ അപാകത. പ്രതിഷേധം വ്യാപകം. വിവിധയിടങ്ങളിൽ മാർച്ചും ധർണയും. 60ന്റെ നിറവിൽ കേരളം. പിറന്നാൾ ആഘോഷവുമായി വിദ്യാലയങ്ങളും സന്നദ്ധ സംഘടനകളും. എന്ന് നടക്കും ഉദ്ഘാടനം. ആശങ്കയൊഴിയാതെ പാടിയോട്ടുചാലിലെ ബസ് സ്റ്റാൻഡ്. തുലാമഴയിൽ പയ്യന്നൂരിലെ നിർമ്മാണത്തിലിരിക്കുന്ന ഓവുചാലുകൾ തകർന്നു. ദുരിതമനുഭവിച്ച് വ്യാപാരികൾ. കരിവള്ളൂരിലെ കർഷകർക്ക് കണ്ണീരൊടുങ്ങുന്നില്ല. നെൽകൃഷിയിലെ തിരിച്ചടിക്ക് പുറമെ കുരുമുളകിന് ദ്രുതവാട്ടവും. വാർത്തകൾ വിശദമായി. പരിയാരത്ത് വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. 2 KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 22 പേർക്ക് പരിക്ക്. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞാണ് സംഭവം. പരിയാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചു. പരിയാർ മെഡിക്കൽ കോളേജിന് സമീപം ആലക്യം പാലത്തിലാണ് അപകടം നടന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരം 3 മണിയോടെയായിരുന്നു അപകടം. കാസർഗോഡ് നിന്നും കണ്ണൂരിലേക്ക് വരുന്ന KSRTC ബസ്സും കണ്ണൂരിൽ നിന്ന് കാഞ്ഞങ്ങാടേക്ക് പോവുകയായിരുന്ന മറ്റൊരു KSRTC ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ 22 പേർക്ക് പരിക്കേറ്റു. മഴ പെയ്തതിനാൽ ബസ്സുകൾ റോഡിൽ നിയന്ത്രണം വിടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അപകടത്തെ തുടർന്ന് ഇരു ബസ്സുകളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ ബസ് ഡ്രൈവർ മൊറാഴയിലെ രാജീവൻ, കമലാക്ഷി, ഇരുവാട്ടിയിലെ ഖദീജ, ഹസൻ, ബസ് ഡ്രൈവർ ചേടിച്ചേരിയിലെ രാജൻ, നീലേശ്വരത്തെ സുചിത്ര, സേവ്യർ, തളിപ്പറമ്പ് പൂക്കോത്ത് തെരുവിലെ രതി, കാനായിലെ പ്രഭാകരൻ, പയ്യന്നൂർ എടാട്ടെ രവീന്ദ്രൻ, വിനോദ്, വിൽസൺ, കുറ്റൂരിലെ ഉഷ, ബാലകൃഷ്ണൻ, പയ്യന്നൂരിലെ ചന്ദ്രൻ, കുറ്റിക്കോലിലെ രാജേഷ്, എണ്ണപ്പാറയിലെ സതീശൻ, മഹേഷ്, കല്യാശ്ശേരിയിലെ ശശിധരൻ, മാവുങ്കോട് സ്വദേശി ബാബു, കടന്നപ്പള്ളിയിലെ വിജിന, മറിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാഞ്ഞങ്ങാട് നടക്കുന്ന അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ ഉയർത്താനുള്ള കൊടിമര ജാഥ കരിവള്ളൂരിൽ നിന്ന് പുറപ്പെട്ടു. P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. കൊടിമരം VV സരോജിനി സൂസൻ കോടിക്ക് കൈമാറി. സ്ത്രീവിരുദ്ധ നയങ്ങളാണ് കേന്ദ്ര സർക്കാർ പിന്തുടരുന്നതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് P. കരുണാകരൻ MP അഭിപ്രായപ്പെട്ടു. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും ശക്തമായ മഹിളാ പ്രസ്ഥാനമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. 11ാമത്തെ സംസ്ഥാന സമ്മേളനമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2-2.5 വർഷത്തിനിടയിൽ സ്ത്രീകൾക്കെതിരായി, ദളിതർക്കെതിരായി, ന്യൂനപക്ഷങ്ങൾക്കെതിരായി, കുട്ടികൾക്കെതിരായി തുടർച്ചയായിട്ട് അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ട് എല്ലാ സ്ഥലങ്ങളിലും, കേരളമായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും അവിടെ ഓടിയെത്താനും അതുപോലെ തന്നെ ആ വിഷയങ്ങൾ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാനും ജനാധിപത്യ മഹിളാ അസോസിയേഷന് കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. EP കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. KV ലളിത സ്വാഗതം പറഞ്ഞു. CS സുജാത, TI മധുസൂദനൻ, VP ജാനകി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തി. സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. എന്തെല്ലാം നാണക്കേടാണ് കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും പിടിപ്പുകേടിന്റെ പര്യായമായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുന്നു. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നം നിയമസഭയിൽ അവതരിപ്പിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു നോട്ടം ഇത് നമ്മൾ പത്രത്തിൽ കണ്ടു. പോലീസുകാർ സല്യൂട്ട് ചെയ്യുമ്പോൾ പിണറായിയുടെ ഒരു മുഖഭാവം കണ്ടു. ഇങ്ങനെയൊക്കെ നോക്കിയാൽ ജനങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് അല്ലെ. ഇങ്ങനെയൊക്കെ നോക്കിയാൽ എന്നോട് രാവിലെ പത്രം വായിച്ച് എന്റെ മകൻ പറഞ്ഞു, ചെറിയ കുട്ടി, അവൻ പറഞ്ഞു, അച്ഛാ മുഖ്യമന്ത്രി എന്താ ഇങ്ങനെ നോക്കുന്നത്. എല്ലാ അർത്ഥത്തിലും പിടിപ്പുകേടിന്റെ പര്യായമായി ഗവൺമെന്റ് മാറിയെന്നും ഇന്ന് ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നും റേഷൻ വിതരണത്തിലെ അട്ടിമറിക്കെതിരെ മന്ത്രിമാർ മൗനം പാലിക്കുകയാണെന്നും സതീശൻ പാച്ചേനി ധർണയിൽ അഭിപ്രായപ്പെട്ടു. റേഷനരി വിതരണം സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നിന്ന് പ്രകടനമായാണ് മാർച്ച് നീങ്ങിയത്. ധർണയിൽ കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു. DK ഗോപിനാഥ്, CH യാസിൻ തുടങ്ങിയവർ സംസാരിച്ചു. റേഷൻ സമ്പ്രദായത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഏഴോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റേഷൻ സ്റ്റോറിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. KPCC നിർവാഹക സമിതി അംഗം MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും കേൾക്കാത്ത ഒരു മുദ്രാവാക്യമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഈ മുദ്രാവാക്യം കേട്ടിട്ടില്ല. LDF വരും, എല്ലാം ശരിയാണ്. കേരളം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പരീക്ഷണശാലയാണ് എന്ന് നമുക്ക് അനുഭവമുണ്ട്. 1957 നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് തൊട്ട് ഇങ്ങോട്ടേക്കൂടെ എല്ലാ ഗവൺമെന്റുകളും വന്നപ്പോഴും 10 വർഷം ഒരു സർക്കാരിനും പൂർണ്ണമായി ഭരിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അങ്ങനെ രാഷ്ട്രീയം എന്ന പരീക്ഷണശാലയാകുന്ന കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ UDF ഗവൺമെന്റ് മാറി ഈ മുദ്രാവാക്യം എന്ന് പറയുന്നത് ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിച്ചു എന്നാണല്ലോ പറയുക. അങ്ങനെ സ്വാധീനിച്ചു, ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നു. പ്രകടനമായാണ് കോൺഗ്രസ് പ്രവർത്തകർ വില്ലേജ് ഓഫീസ് പരിസരത്ത് എത്തിയത്. തുടർന്ന് നടന്ന അരിസമരം KPCC നിർവാഹക സമിതി അംഗം MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാറയിൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. P മുരളീധരൻ, സർഹബിൽ, ജയശീലൻ AP, PP രാജേഷ്, അഭിലാഷ്, KV കുഞ്ഞിരാമൻ, T ബോസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. റേഷൻ കാർഡ് ലിസ്റ്റിലേതുൾപ്പെടെയുള്ള അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും നടന്നു. LDF കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെയും LDF മാതമംഗലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടന്നത്. കേരളീയരുടെ റേഷനരി ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധിക്കുക. അർഹരായ മുഴുവൻ മുൻഗണനാ കുടുംബങ്ങളെയും ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നടപടിക്ക് സാവകാശം നൽകുക. UDF ഭരണകാലത്ത് തയ്യാറാക്കിയ മുൻഗണനാ ലിസ്റ്റ് കുറ്റമറ്റതാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് LDFന്റെ നേതൃത്വത്തിൽ റേഷൻ കടകൾക്ക് മുന്നിൽ പ്രകടനവും പൊതുയോഗവും നടന്നത്. കൈതപ്പുറത്ത് നടന്ന പൊതുയോഗം കോൺഗ്രസ് കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് T രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഉണ്ടാക്കിയെടുത്ത മുൻഗണനാ ലിസ്റ്റിൽ മുഴുവനും അപാകതയാണ് കാണുന്നത്. ആ മുൻഗണനാ ലിസ്റ്റ് നല്ല രീതിയിൽ പരിഷ്കരിക്കുന്നതിന് വേണ്ടി, യഥാർത്ഥ ആളുകളെ മുൻഗണനാ ലിസ്റ്റിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അല്പം സാവകാശം വേണം എന്നുള്ളതാണ് മറ്റൊരു മുദ്രാവാക്യം. K സുമിത്രൻ അധ്യക്ഷത വഹിച്ചു. മാടക്ക ദാമോദരൻ, TV ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാതമംഗലത്ത് നടന്ന സമരം CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി KV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. നിലവിലുണ്ടായിരുന്ന 3,33,00,000 ആളുകളിൽ 1,54,00,000 ആളുകളെ മാത്രം ഈ മുൻഗണനാ ലിസ്റ്റ്, മുമ്പത്തെ APL BPL പേരിപ്പില്ല, അർത്ഥം തന്നെ APL BPL തന്നെ, അതിന്റെ പേര് മാറ്റി മുൻഗണന ലിസ്റ്റ് ഉണ്ടാക്കി. ആ മുൻഗണനാ ലിസ്റ്റ് പെടുന്ന ആളുകൾക്ക് അത് 1.54 കോടി മാത്രമേ ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. PV ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. KV ഗോപിനാഥൻ സ്വാഗതം ആശംസിച്ചു. കേരളപ്പിറവി 60ാം വാർഷികത്തോടനുബന്ധിച്ച് വെള്ളച്ചാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ സ്മൃതി സന്ധ്യ പരിപാടി സംഘടിപ്പിച്ചു. പീലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരളപ്പിറവിയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് വെള്ളച്ചാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ സ്കൂൾ അങ്കണത്തിൽ സ്മൃതി സന്ധ്യ പരിപാടി സംഘടിപ്പിച്ചു. ചടങ്ങ് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടി ഏറെ കൃത്യവും അതുപോലെ തന്നെ മാതൃകാപരവുമാണ്. അപ്പോൾ കൂടുതൽ അവസരത്തിലൊന്നും പറയില്ല. സാധാരണ നിലക്ക് അധ്യാപകസാരം ഉണ്ടാകണം എന്നുള്ളൊരു മാമൂല്. PT പ്രസിഡന്റ് K രാജൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ PK ഭരതൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ഈ വർഷം സർക്കാർ നെല്ലുവർഷമായി ആചരിക്കുന്നതിനാൽ നെല്ലുകൊണ്ട് വള്ളത്തിന്റെ രൂപം തീർക്കുകയും കേരളത്തിന്റെ മാതൃകയിൽ ചിരാത തെളിയിച്ച് കുട്ടികളും അധ്യാപകരും മറ്റ് ജീവനക്കാരും മാതൃഭാഷ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ഉദുമ സ്കൂൾ പ്രധാനാധ്യാപകൻ MK വിജയകുമാർ മാതൃഭാഷാ സന്ദേശം കുട്ടികൾക്ക് നൽകി. P ഈശ്വരൻ നമ്പൂതിരി, നരേന്ദ്രബാബു T എന്നിവർ ചേർന്ന് കാവ്യകേരളം സംഗീത പരിപാടിയും അവതരിപ്പിച്ചു. കേരളത്തിന്റെ സൗന്ദര്യവും പൈതൃകവും ഉൾക്കൊള്ളുന്ന ഗാനശകലങ്ങളിലൂടെയുള്ള മാതൃഭാഷാ സ്വരവന്ദനം സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് അവതരിപ്പിച്ചു. കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ കുട്ടികളുടെ കരവിരുതിൽ ശ്രദ്ധേയമായി. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ശൈലജ, പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.
കേരളത്തിന്റെ 60ാം പിറന്നാൾ മാതമംഗലം ഗവൺമെന്റ് LP സ്കൂൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. കേരളത്തിന്റെ വിവിധ മേഖലയെക്കുറിച്ചുള്ള 60 രചനകൾ ഉൾക്കൊള്ളിച്ച മാസികയും തയ്യാറാക്കി. കേരളപ്പിറവിയോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ കേരളത്തെക്കുറിച്ചുള്ള 60 ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ക്വിസ് നടത്തി. കേരളത്തെക്കുറിച്ചുള്ള 60 രചനകൾ ഉൾക്കൊള്ളിച്ച് തത്സമയം നിർമ്മിച്ച അക്ഷരമരം പരിപാടിയിൽ ശ്രദ്ധേയമായി. PK ശ്രീധരൻ, മുസ്തഫ മാസ്റ്റർ, രഘുരാമൻ, ശങ്കരൻ, അജിത തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. വയലുകൾക്ക് സംരക്ഷണവും ആവാസ വ്യവസ്ഥയുടെ ഓർമ്മപ്പെടുത്തലുമായി ഗ്രാമങ്ങളിലെ വയലുകളിൽ കുതിരുകൾ തലയുയർത്തി നിൽക്കുന്നു. കോറം, മുതിയലം വയലുകളിൽ പരന്നു കിടക്കുന്ന കുതിരുകൾ കൗതുക കാഴ്ചയാവുകയാണ്. പ്രദേശങ്ങളിൽ നിരവധി കുതിരുകളാണ് കാർഷിക കേരളത്തിന്റെ സുന്ദര കാഴ്ചയുടെ ഓർമ്മപ്പെടുത്തലായുള്ളത്. വയലുകളിൽ ഉയർന്നു കിടക്കുന്ന മണൽത്തിട്ടയിൽ തെങ്ങുകളും ഫലവൃക്ഷങ്ങളും ഉള്ളതാണ് കുതിരുകൾ. വയലുകളിൽ ജലാംശം പിടിച്ചു നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കുതിരുകൾ മനുഷ്യർക്ക് മാത്രമല്ല പറവകൾക്കും സുരക്ഷിത താവളമാണ്. വയലിന്റെ നീരൊഴുക്ക് നിയന്ത്രിക്കുന്ന കുതിരുകൾ കർഷകർക്ക് വെയിലിലും മഴയിലും ഏക ആശ്രയമാണ്. ഒരു കാലത്ത് വിളകൾക്കും കാവലിരിക്കാനും ഇവ ഉപയോഗിച്ചിരുന്നു. കുതിരുകൾ വലിപ്പത്തിനനുസരിച്ച് അവ സ്പോഞ്ച് പോലെ വെള്ളം സംഭരിച്ച് കൃഷിക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് കർഷകർ സംരക്ഷിച്ചു പോരുന്നത്. ചില കുതിരുകൾ വീട് വെച്ച് താമസിക്കാനും ഉപയോഗിച്ചു വരുന്നുമുണ്ട്. ആവാസ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിൽ ഇത്തരം കുതിരുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കോറോ മുതിയലത്തെ പാരമ്പര്യ കർഷകൻ കോരൻ പറയുന്നത് കേൾക്കാം. പണ്ടത്തെ കൃഷിഭൂമി നടത്തുന്ന ഒരു കുതിരയാണ്. അതിൻ്റെ മേലെ കഞ്ഞി കുടിക്കാനും ചായ കുടിക്കാനും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണ് കൊത്തി കൂട്ടിയിട്ട്. ഇത്തരം കുതിരുകളെ തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ കുതിരുകൾ പൂജിച്ച് ആരാധിച്ചു പോരുന്നുമുണ്ട്. നെൽപ്പാടങ്ങളും കർഷകരും കുറഞ്ഞു വരുന്ന ഇക്കാലത്ത് കുതിരുകളുടെ പ്രാധാന്യം ആരും തിരിച്ചറിയാതെ പോകുന്നുണ്ടെന്ന് തന്നെ പറയാം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ടി ബാബു, പഴയങ്ങാടി. തുലാമഴയെ മറയാക്കി തൃക്കരിപ്പൂർ മേഖലയിൽ മോഷ്ടാക്കളുടെ വിളയാട്ടം. കൊയ്യോങ്കര ഇളമ്പച്ചി തെക്കുംപാട് പ്രദേശത്താണ് കഴിഞ്ഞ രാത്രി കള്ളന്മാരിറങ്ങിയത്. ആളുകൾ സ്ഥലത്തില്ലാത്ത വീടുകൾ ലക്ഷ്യമിട്ടാണ് മോഷണ ശ്രമം നടന്നത്. 8 മാസമായി വീട്ടുകാർ താമസമില്ലാത്ത കൊയ്യോങ്കരയിലെ NV നാരായണിയുടെ വീട്ടിൽ മുൻഭാഗത്തെ ഗ്രിൽസിന്റെയും പ്രധാന വാതിലിന്റെയും പൂട്ടുകൾ കുത്തിത്തുറന്നാണ് കള്ളന്മാർ അകത്തു പ്രവേശിച്ചത്. 2 കിടപ്പുമുറികളിലെയും അലമാരകൾ തല്ലി തകർത്ത നിലയിലാണ്. വസ്ത്രങ്ങളും സാധന സാമഗ്രികളും വാരിവലിച്ചിട്ടിട്ടുണ്ട്. മുംബൈ ബാൻഡൂക്കിൽ സഹോദരനോടൊപ്പമാണ് നാരായണി താമസിച്ചു വരുന്നത്. ബന്ധുക്കളുടെ പരാതിയിൽ ചന്ദേര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ പോലീസ് മുംബൈയിലുള്ള നാരായണിയുമായി ബന്ധപ്പെട്ട് വരികയാണ്. സമാന രീതിയിൽ തെക്കുംപാടും ഇളമ്പച്ചി ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസം ആദ്യമായി പെയ്ത തുലാമഴയെ മറയാക്കിയാണ് മോഷണ ശ്രമം നടന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. നിർമ്മാണത്തിലിരിക്കുന്ന പയ്യന്നൂർ നഗരത്തിലെ ഓവുചാലുകൾ തകർന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് ഓവുചാൽ തകർന്നത്. വെള്ളം നിറഞ്ഞ് പുറത്തേക്കൊഴുകിയത് മൂലം സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളുടെ വരാന്തകളും തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ പയ്യന്നൂർ നഗരത്തിലെ പള്ളിത്തറ ജ്വല്ലറിക്ക് സമീപത്ത് നിന്നും 30 മീറ്ററോളം നീളത്തിലായി കടകളുടെ വരാന്തകൾ ഓവുചാലിനായി കുഴിച്ച കുഴിയിലേക്ക് തകർന്നു വീണിരിക്കുകയാണ്. നഗരത്തിലെ ഓവുചാൽ നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പിനും നഗരസഭയ്ക്കും ജനങ്ങൾക്കും ദുരിതമായിരിക്കുകയാണ്. മഴ തുടങ്ങിയതോടെ കാൽനട യാത്രികരും ബുദ്ധിമുട്ടിലായി. ഓവുചാൽ നിറഞ്ഞ് റോഡിൽ നിറയുന്നു. വാഹനങ്ങൾ കയറിയിറങ്ങി പരിസരം ദുർഗന്ധപൂരിതമായി തീർന്നിരിക്കുകയാണ്. ഓവുചാലിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുന്നതാണ് പ്രശ്നം സങ്കീർണമാക്കുന്നത്. തൊഴിലാളികൾ കൂട്ടത്തോടെ ദീപാവലി ആഘോഷിക്കാൻ പോയതും ഓവുചാൽ നിർമ്മാണത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കേരളത്തിലെ റേഷനരി ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ LDF തൃക്കരിപ്പൂർ നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ ഷോപ്പിലേക്ക് മാർച്ചും ധർണയും നടത്തി. UDF ഭരണകാലത്ത് തയ്യാറാക്കിയ മുൻഗണനാ ലിസ്റ്റ് കുറ്റമറ്റതാക്കുക, അർഹരായ മുഴുവൻ കുടുംബങ്ങളെയും ഉൾപ്പെടുത്താനുള്ള സാവകാശം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF തൃക്കരിപ്പൂർ നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുവിതരണ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. LDF തൃക്കരിപ്പൂർ നോർത്ത് കമ്മിറ്റി നേതാക്കളായ M രാമചന്ദ്രൻ, M ഗംഗാധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാരായണൻ മാസ്റ്റർ, C ബാലൻ, E നാരായണൻ, MV സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൗൺ ചുറ്റിവന്ന പ്രകടനത്തിനു ശേഷം റെയിൽവേ സ്റ്റേഷൻ റോഡിലെ 83-ാം നമ്പർ പൊതുവിതരണ കേന്ദ്രത്തിന് മുന്നിൽ ധർണ നടത്തി. ഈ ഭക്ഷ്യഭദ്രതാ നിയമം പാസ്സാക്കുന്ന നാളെ നവംബർ 1-നാണ് 2016 നവംബർ 1-നാണ് നമ്മുടെ സംസ്ഥാനത്ത്
ഭക്ഷ്യഭദ്രതാ നിയമം നിലവിൽ വരികയും അതിനനുസൃതമായ റേഷൻ വിതരണം പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. റേഷൻ വിതരണത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPIM കരിവള്ളൂർ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ റേഷൻ ഷോപ്പിലേക്ക് മാർച്ച് നടത്തി. ഉപരോധ സമരം EP കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. MV അപ്പുക്കുട്ടൻ സ്വാഗതം പറഞ്ഞു. U മുകുന്ദൻ മാസ്റ്റർ അധ്യക്ഷനായി. K നാരായണൻ പ്രസംഗിച്ചു. എന്നാണ് കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് വലിയ സംശയം ഞങ്ങൾക്കുമില്ല, നമുക്കാർക്കും. പക്ഷെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ LDF ഗവൺമെൻറ് ഇക്കാര്യം പറഞ്ഞു. ഞങ്ങൾ അധികാരത്തിൽ വന്ന് 4 മാസം ഇപ്പോഴായതേ ഉള്ളൂ. ഭക്ഷ്യഭദ്രതാ നിയമം എന്ന് പറയുന്ന 2013 ജൂലൈ മാസം BJPയുടെ കേന്ദ്രത്തിലെ ഗവൺമെൻറ് നരേന്ദ്രമോദി പാസാക്കിയതാണ്. അന്നിവിടെ കേരളത്തിൽ UDF ആണ്, ഉമ്മൻചാണ്ടിയാണ് ഭരിക്കുന്നത്. പാടിയോട്ടുചാൽ ബസ് സ്റ്റാൻഡിന്റെ പണി പൂർത്തിയായിട്ടും ഉദ്ഘാടനത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വം തുടരുന്നു. പാടിയോട്ടുചാൽ ടൗണിൽ സ്വകാര്യ വ്യക്തികൾ നിർമ്മിച്ചു നൽകിയ ബസ് സ്റ്റാൻഡാണ് അനിശ്ചിതത്വത്തിൽ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിന്റെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ബസ് സ്റ്റാൻഡ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കാലത്ത് പാടിയോട്ടുചാൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സമീപം സ്വകാര്യ വ്യക്തി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനുള്ള സ്ഥലം നൽകാമെന്നും ഇതിനു ചുറ്റും ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനുള്ള അനുമതി നൽകണമെന്നും പഞ്ചായത്തിനോട് ആവശ്യപ്പെടുകയും ഭരണസമിതി വാക്കാൽ അനുമതി നൽകുകയുമായിരുന്നു അത്രേ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ബസ് സ്റ്റാൻഡിന് ആവശ്യമായ സ്ഥലം പഞ്ചായത്തിന് എഴുതി കൊടുക്കുകയോ മറ്റ് അഗ്രിമെൻറ്റുകളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്നാൽ കെട്ടിടങ്ങളുടെ പണിയും ബസ് സ്റ്റാൻഡിൻ്റെ ടാറിങ്ങും പൂർത്തിയായതിനു ശേഷം പഞ്ചായത്ത് അധികൃതർ സ്ഥലം അളന്നു നോക്കിയപ്പോഴാണത്രേ പഞ്ചായത്തിന് വിട്ടു നൽകാമെന്ന് പറഞ്ഞ സ്ഥലം ഇല്ലെന്ന് മനസ്സിലായത്. ബസ്സുകൾക്ക് കടന്നു പോകാനുള്ള സ്ഥലമല്ലാതെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ലെന്നുള്ളതാണ് പ്രധാന വിഷമം. കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരം കെട്ടിടത്തിന് ഒഴിവാക്കേണ്ട സ്ഥലം വിട്ടാൽ പിന്നീട് 10 സെന്റിൽ താഴെ സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ അത്രേ. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി പലതവണ ചർച്ച നടന്നെങ്കിലും തീരുമാനമായില്ല. അതിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു വ്യക്തി സ്വകാര്യ ബസ് സ്റ്റാൻഡിന് ആവശ്യമായ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചതായും അറിയുന്നു. നിലവിലെ ബസ് സ്റ്റാൻഡ് സ്വകാര്യ വ്യക്തി സ്വന്തം ചെലവിൽ ടാറിംഗ് നടത്തിയതിനാൽ പഞ്ചായത്തിന് യാതൊരു സാമ്പത്തിക നഷ്ടവും ഇതുമായി ബന്ധപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ ബസ് സ്റ്റാൻഡിനുള്ള സ്ഥലം സ്വന്തം പേരിലേക്ക് എഴുതി വാങ്ങി നിർമ്മാണ പ്രവൃത്തി നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്ത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. റേഷൻ വിതരണത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നോർത്ത് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേരളത്തിൽ പതിറ്റാണ്ടുകളായി നിലനിന്നു വന്ന റേഷൻ സംവിധാനത്തിൽ ക്രമക്കേടുകൾ വരുത്തിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി പേർ മാർച്ചിൽ അണിനിരന്നു. മാർച്ച് നോർത്ത് വില്ലേജ് പരിസരത്തെത്തിയതോടെ നടന്ന ധർണയിൽ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതി തന്നെ ലോകത്തിൽ ഏറ്റവും മഹത്തായ വിപ്ലവകരമായ ഒരു പദ്ധതിയായി നടപ്പാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള 2ാം UPA സർക്കാരായിരുന്നു. ആ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നത് അതാത് സംസ്ഥാന സർക്കാർ തയ്യാറാക്കി തരുന്ന മുൻഗണനാ ലിസ്റ്റ് പ്രകാരം. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KV മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ, K കണ്ണൻ മാസ്റ്റർ, P ശ്രീധരൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാരുണ്യത്തിന്റെ വഴിയിൽ തൃക്കരിപ്പൂരിലെ ഗുലാൻ തട്ടുകട ഒരു ദിവസത്തെ വിറ്റുവരവ് മുഴുവൻ ജനകീയ പാലിയേറ്റീവ് സമിതിക്ക് വേണ്ടി മാറ്റിവെച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തെ TP മുഹമ്മദ് കുഞ്ഞിയുടെ ഉടമസ്ഥതയിലുള്ള ഗുലാൻ തട്ടുകടയാണ് ചൊവ്വാഴ്ചത്തെ മുഴുവൻ വിറ്റുവരവും തൃക്കരിപ്പൂർ പഞ്ചായത്ത് ജനകീയ പാലിയേറ്റീവ് കെയറിനായി കൈമാറിയത്. ചായക്കും വിവിധ പലഹാരങ്ങൾക്കും പേരുകേട്ട സ്ഥാപനമാണ് ഗുലാൻ തട്ടുകട. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും തന്റെ ഒരു ദിവസത്തെ വരവ് കാരുണ്യ പ്രവർത്തനത്തിനായി നീക്കിയ മുഹമ്മദ് കുഞ്ഞിയെ എല്ലാവരും പ്രശംസിച്ചു. ഇന്നത്തെ തന്റെ മുഴുവൻ വരുമാനവും പാവപ്പെട്ടവരുടെ ചികിത്സക്കായി മാറ്റിവെച്ചുകൊണ്ട് ഒരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പും ഇദ്ദേഹം റംസാൻ നാളിലും പാവപ്പെട്ടവർക്ക് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് സമൂഹത്തിന് മാതൃകയായിട്ടുണ്ട്. ഇത് ഇദ്ദേഹത്തിന്റെ ഈ മനുഷ്യ സ്നേഹപരമായ പ്രവർത്തനം ഏവർക്കും മാതൃകാപരമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവള്ളൂരിൽ കുരുമുളകിന് ദ്രുതമാട്ടം പടരുന്നു. ദുർബലമായ മഴക്കാലത്തിനു ശേഷം വേനൽച്ചൂട് ശക്തമായതോടെയാണ് മഞ്ഞളിപ്പ ബാധിച്ച് ചെടികൾ നശിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. 3-4 ആൾ ഉയരത്തിൽ മരത്തിൽ പടർന്നു കയറിയ കുരുമുളക് ചെടികൾ നശിക്കുന്നത് നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് കർഷകർ കണ്ടുനിൽക്കുന്നത്. കൃഷി ഓഫീസുകളിൽ നിന്നും നിർദ്ദേശിക്കുന്ന മരുന്നുകൾ തളിച്ച് നിരാശയിലാണ് കർഷകർ. 1000 രൂപ വരെ വില വരുന്ന മരുന്ന് തളിച്ചയാളാണ് കരിവള്ളൂർ ചെറുമൂലയിലെ സദ്യാരാജൻ.
60ഓളം വള്ളിച്ചെടികളുള്ള രാജന് വള്ളിച്ചെടികൾ ഉണങ്ങുന്നത് കാണുമ്പോൾ തന്നെ നെഞ്ചിടിപ്പേറുകയാണ്. കാലവർഷത്തിന് മുൻപ് ലഭിച്ച വേനൽ മഴയിൽ കുരുമുളക് ചെടികൾ തഴച്ചു വളർന്നിരുന്നു. കുരുമുളകിനുള്ള വില പല കർഷകരെയും ഈ കൃഷിയിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. ദൂരദേശങ്ങളിൽ നിന്ന് പോലും കുരുമുളക് വള്ളികൾ കൊണ്ടുവന്ന് നട്ടവർ ഏറെയാണ്. ഇതിലാണ് ഒരു പ്രതീക്ഷ ഉണ്ടായി, കുരുമുളകിന് ഒരു പ്രതീക്ഷ ഉണ്ടായി. നല്ല വിലയുണ്ട്, ഇപ്രാവശ്യം നല്ല മുളകും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് മുളക് ഈ രോഗം വന്ന് ഉതിരാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിനൊരു പ്രതിനിധി പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് മരുന്ന് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒരാൾ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, മൊത്തം തോട്ടത്തിൻ്റെ സമീപവാസികളും എല്ലാവരും ചെയ്യണമെന്നാണ് കൃഷി ഓഫീസർ പറയുന്നത്. ഇപ്രാവശ്യത്തെ മഴക്കുറവും ചെടികളെ ബാധിച്ചിട്ടുണ്ട്. വിളവ് നശിച്ചാലും ചെടികൾ കുഴപ്പമൊന്നും കൂടാതെയിരിക്കണമെന്നാണ് കർഷകരുടെ പ്രാർത്ഥന. ഇടവിളയായും തനിവിളയായും തോട്ടങ്ങളിൽ ദ്രുതവാട്ടം പടരുന്നുണ്ട്. ഈ രോഗം പ്രദേശത്ത് നിന്ന് കുരുമുളക് കൃഷിയെ അപ്രത്യക്ഷമാക്കുമോ എന്ന ആശങ്കയും കർഷകർക്കില്ലാതില്ല. കൊച്ചുകുട്ടികളെ എന്ന വണ്ണമാണ് കർഷകർ കുരുമുളക് വള്ളികളെ പരിപാലിച്ചു വരുന്നത്. പുതിയ സ്ഥിതിവിശേഷത്തിൽ കൃഷി ഓഫീസർ കാര്യമായൊന്നും ചെയ്യുന്നില്ലെന്ന ആക്ഷേപവും കർഷകർക്കുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. റേഷൻ കാർഡിലെ അപാകത കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. പിലാത്രയിൽ വിവിധ മേഖലയിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. സ്റ്റാറ്റ്യൂട്ടറി റേഷനിംഗ് സംവിധാനം നിലനിർത്തുക, അർഹരായവരെ മുഴുവൻ മുൻഗണനാ പട്ടികയിൽ ചേർക്കുക, റേഷൻ വിതരണത്തിലെ അപാകത പരിഹരിക്കാൻ മതിയായ സമയം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ്, പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ അരിസമരം നടത്തിയത്. കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വിജയന്റെ അധ്യക്ഷതയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ കെ വി രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ സംസ്ഥാനത്ത് റേഷൻ അരിക്ക് വേണ്ടി ഒരു സമരം പോലും നടക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളുമൊക്കെ. അത് കഴിഞ്ഞ കാലത്ത് അച്യുതമേനോൻ ഭരിക്കുമ്പോഴും അതിനുശേഷം ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴും അരിക്ക് വേണ്ടി ഇവിടെ സമരം നടത്തേണ്ട ഒരു അവസ്ഥ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഉണ്ടായിട്ടില്ല. സി പി ജയരാജൻ മാസ്റ്റർ, വി ടി ശിവജി, കെ പി ശശി തുടങ്ങിയവർ സംസാരിച്ചു. കെ വി സനീഷ് കുമാർ സ്വാഗതവും ഇ പി വി സതീശൻ നന്ദിയും പറഞ്ഞു. കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം ചന്തപ്പുര കടന്നപ്പള്ളി വില്ലേജ് പരിസരത്ത് DCC ജനറൽ സെക്രട്ടറി എൻ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ജീവിക്കാൻ ആവശ്യമായ റേഷൻ ലഭിക്കാതെ ധാന്യങ്ങളുടെ വില വ്യാപാര സ്ഥാപനങ്ങളിൽ ദിനംപ്രതിയോളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അരിഭക്ഷണം ഒരു കിട്ടാക്കനിയായി മാറിയ കാലഘട്ടത്തിൽ NG സുനിൽ പ്രകാശ് അധ്യക്ഷത വഹിച്ചു. മുരളീധരൻ KP സ്വാഗതം ആശംസിച്ചു. അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, KP ജനാർദ്ദനൻ, AK ശങ്കരൻ, NK സുജിത്ത്, സന്ദീപ് പാണപ്പുഴ, വി രാഘവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ഡിവൈഎഫ്ഐ ചെറുപുഴ മേഖലാ സമ്മേളനം കൊല്ലാട് ധനരാജ് നഗറിൽ നടന്നു. പ്രശസ്ത നാടകാചാര്യൻ മുഹമ്മദ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KP സനോജ് പതാക ഉയർത്തിയതിനു ശേഷം നടന്ന ചടങ്ങിൽ അരുൺ പ്രേം പ്രവർത്തന റിപ്പോർട്ടും KV സന്തോഷ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംഘാടക സമിതി കൺവീനർ K രാജേഷ് സ്വാഗതം പറഞ്ഞു. M അരുൺ, അബ്ദുൾ സമീർ, വൈക്കത്ത് രതീഷ്, K പ്രസൂൺ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. യാത്രാക്ലേശം നേരിടുന്ന തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകൾക്ക് സൈക്കിൾ വിതരണം ചെയ്തു. പ്രൊജക്ട് കാസർഗോഡ് നോഡൽ ഓഫീസർ അസ്നാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെത്താൻ യാത്രാ ദുരിതം അനുഭവിക്കുന്ന ദൂരദിക്കുകളിൽ താമസിക്കുന്ന SPC കേഡറ്റുകളുടെ യാത്രാക്ലേശം മനസ്സിലാക്കിയാണ് തൃക്കരിപ്പൂർ ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിന്റെ വക കേഡറ്റുകൾക്ക് സൈക്കിൾ നൽകുന്നത്. സ്കൂളിൽ SPC കേഡറ്റുകൾക്കായി നടന്ന അസംബ്ലിയിൽ വെച്ച് SPC പ്രൊജക്ട് ജില്ലാ നോഡൽ ഓഫീസർ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അസിനാർ സൈക്കിൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ട് അത് കൊടുക്കണമായിരുന്നു എന്നുള്ളൊരു വീട്ടു വിചാരത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അങ്ങനെ പലപ്പോഴും സഹായങ്ങൾ വന്നിട്ട് നമ്മൾ പലിച്ചിന് പോകുന്നവരുണ്ട്. അർഹതപ്പെട്ട 3 കുട്ടികൾക്ക് കിട്ടിയെന്നതാണ് എൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ സഫലമാക്കേണ്ടത് ഞങ്ങളുടെ ഭാവി പ്രവർത്തനം കൊണ്ടാണ്. PTA പ്രസിഡന്റ് U മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ ഗംഗാധരൻ കരിവെള്ളൂർ, K രവി, ബാൽ മാസ്റ്റർ, ചന്ദേര അഡീഷണൽ SI TP ശശിധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
പുരോഗമന കലാസാഹിത്യ സംഘം കരിവള്ളൂർ നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കരിവള്ളൂർ ബസാറിൽ വയലാർ സ്മൃതി സന്ധ്യ നടത്തി. പുകാസ പയ്യന്നൂർ മേഖലാ സെക്രട്ടറി KV പ്രശാന്തകുമാർ പ്രഭാഷണം നടത്തി. ഏവർക്കും പാടാം വയലാർ ഗാനാലാപന മത്സരവും അരങ്ങേറി. വേദങ്ങൾ പഠിച്ചു, ഇതിഹാസങ്ങൾ പഠിച്ചു, സംസ്കൃത കാവ്യങ്ങൾ പഠിച്ചു, സംസ്കൃത സാഹിത്യങ്ങളെല്ലാം പഠിച്ചു. ഇതെല്ലാം പഠിച്ചിട്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം സംസ്കൃത സാഹിത്യങ്ങളെല്ലാം പഠിച്ച് വേദാന്തത്തെക്കുറിച്ചോ ഇല്ലെങ്കിൽ വേദസാഹിത്യങ്ങൾ പഠിച്ചിട്ട് ദൈവത്തെക്കുറിച്ചോ അന്വേഷിക്കാനല്ല, മറിച്ച് ജീവിതത്തിൽ മനുഷ്യനെക്കുറിച്ച് അന്വേഷിക്കുക എന്നതായിരുന്നു വയലാറിൻ്റെ ജന്മദൗത്യം എന്ന് പറയുന്നത്. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ അംഗൻവാടികളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഇരുവരും അംഗൻവാടിയിൽ നടന്ന പ്രവേശനോത്സവം വാർഡംഗം TP ഉഷ ഉദ്ഘാടനം ചെയ്തു. പിന്നിൽ നല്ലൊരു കമ്മിറ്റി ഉണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ കമ്മിറ്റി അംഗങ്ങളുടെ സജീവമായ സാന്നിധ്യം പ്രവർത്തനവും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് പരിപാടി ആസൂത്രണം ചെയ്താലും നല്ല നിലയിൽ തന്നെ നമുക്കത് പ്രവർത്തിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കാറുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മളെ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ ഒരു കുറവ് നമുക്ക്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ ആധിക്യം അംഗൻവാടികളുടെ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിലും ഗ്രാമീണ മേഖലയിൽ കുട്ടികളുടെ എണ്ണം വർധനവുണ്ടായിട്ടുണ്ട്. മാടായി, ഏഴം, ചെറുകുന്ന് പഞ്ചായത്തുകളിൽ അംഗൻവാടികളിൽ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നവാഗതരായ കുട്ടികൾക്ക് പൂച്ചെണ്ടുകളും സമ്മാനങ്ങളും നൽകി പ്രവേശനോത്സവം ആഹ്ലാദപരമാക്കി. ഇരുവരും അംഗൻവാടിയിൽ നടന്ന പ്രവേശനോത്സവം വാർഡ് മെമ്പർ TP ഉഷ ഉദ്ഘാടനം ചെയ്തു. ശ്രീ ഗുരുനാഥനും ശ്രീവാണി മാതാവ് ശ്രീമൽ സരസ്വതി ശ്രീദേവി എന്നെ തുണച്ചിടേണം. വിനീത C, നിഷായി, രജനി എന്നിവർ സംബന്ധിച്ചു. താവം അംഗൻവാടിയിൽ നടന്ന പ്രവേശനോത്സവത്തിൽ NV രാജലക്ഷ്മി, K വനജ എന്നിവർ കുട്ടികളെ സ്വീകരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മെട്ടമൽ ബ്രദേഴ്സ് മെട്ടമലിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ബീച്ച് ലീഗ് 2016 ഫുട്ബോൾ ഫൈനലിൽ കുവൈത്ത് ബ്ലാസ്റ്റേഴ്സിന് വിജയം. ചന്ദേര അഡീഷണൽ SI TP ശശിധരൻ ട്രോഫികൾ വിതരണം ചെയ്തു. മെട്ടമൽ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ കുവൈത്ത് ബ്ലാസ്റ്റേഴ്സും സിംഗപ്പൂർ ഫൈറ്റേഴ്സും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. കളി ഇരു ടീമുകളും ഗോളടിക്കാതെ സമനിലയിലായതോടെ ടൈ ബ്രേക്കറിലൂടെയാണ് വിജയികളെ നിർണ്ണയിച്ചത്. ടൈ ബ്രേക്കറിൽ കുവൈത്ത് ബ്ലാസ്റ്റേഴ്സ് സിംഗപ്പൂർ ഫൈറ്റേഴ്സിനെ വീഴ്ത്തി. തുടർന്ന് നടന്ന സമാപന ചടങ്ങിൽ സാന്ത്വന സഹായ വിതരണമാണ് ആദ്യം നടന്നത്. VV ഹാരിസിന്റെ അധ്യക്ഷതയിൽ ചന്ദേര SI TP ശശിധരൻ റണ്ണേഴ്സിനും വിന്നേഴ്സിനുമുള്ള ട്രോഫികളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. സന്തോഷ് ട്രോഫി താരം പ്രവീൺ കുമാർ മുഖ്യാതിഥിയായി. അനീഫ് അലി സ്വാഗതം പറഞ്ഞു. UM ഷറഫുദ്ദീൻ, C സത്താർ, VV ജുബൈർ, ജുനൈദ് മെട്ടമൽ, ഗംഗാധരൻ K, മുസ്തഫ, സനൽ, മുബഷീർ, അസർ, അസ്വാൻ, ലത്തീഫ്, യൂസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഖാദി വർക്കേഴ്സ് യൂണിയൻ CITU ഗാർമെന്റ്സ് മേക്കിംഗ് ഡിവിഷണൽ സമ്മേളനം ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. ഖാദി റെഡിമെയ്ഡ് വസ്ത്രനിർമ്മാണ രംഗത്ത് വൈവിധ്യവൽക്കരണവും ആധുനികവൽക്കരണവും നടപ്പിലാക്കണമെന്ന് ഖാദി വർക്കേഴ്സ് യൂണിയൻ CITU ഗാർമെന്റ്സ് മേക്കിംഗ് ഡിവിഷണൽ സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി KU രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾ അവരുടെ അവകാശങ്ങളുടെ നിഷേധങ്ങൾക്ക് നേരെ വലിയ രീതിയിൽ സമരം നടക്കുന്നുണ്ട് എന്നത് മാത്രമല്ല, മറിച്ച് തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ സാമൂഹ്യമായ ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. N രാജൻ അധ്യക്ഷനായി. GD നായർ, P പ്രവീൺ, KP മഹേഷ്, K പത്മിനി എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. മാടായി പഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടന്നു. ഇരുപുരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മാടായി പഞ്ചായത്തിന് സമീപം സമാപിച്ചു.
മാടായി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികത്തിന്റെ ഭാഗമായി വർണ്ണശബളമായ ഘോഷയാത്ര നടന്നു. വാർഷികാഘോഷ പരിപാടി നവംബർ 2 രാവിലെ 10 മണിക്ക് കാഞ്ചനമാല ഉദ്ഘാടനം ചെയ്യും. SK ആബിദ അധ്യക്ഷയാകും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. INDUC കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാജി അനുസ്മരണം സംഘടിപ്പിച്ചു. KPCC നിർവാഹക സമിതി അംഗം MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഭരണാധികാരിവർഗ നിയമത്തിന്റെ ആശ്രയം അവർക്ക് നൽകിയപ്പോ ആ നിയമത്തിന്റെ അംഗീകാരം പോലും നൽകാതെ അവരെ തന്നെ വൃത്തികൽപ്പിക്കുന്ന ചില നിലപാടുകൾ ഇവിടുത്തെ ചില കുലാക്കുകൾ എടുത്ത് പ്രയോഗിക്കുമ്പോൾ അതിനെതിരെ മറ്റ് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത നിലയിൽ സംഘടിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന തൊഴിലാളി വർഗം കെട്ടുപിടിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഇനിയെന്ന് മനസ്സിലാക്കിയായിരിക്കും തീർച്ചയായും കേരളത്തിലെ INDUC പ്രസ്ഥാനം ഈ നിലയിൽ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു എന്ന് K. രാമദാസ് അധ്യക്ഷത വഹിച്ചു. P. മുരളീധരൻ, ബേബി ആന്റണി, KV രാമചന്ദ്രൻ, PV പ്രേമനാഥ്, വിജയൻ, പാറയിൽ കൃഷ്ണൻ, സുധീർ വെങ്ങര, U. കരുണാകരൻ, സുനിൽ പ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. INDUC പയ്യന്നൂർ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഷേണായി ടൗൺ സ്ക്വയറിൽ ഇന്ദിരാജി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. അന്ന് ഞാൻ ബോണസ് വേണമെന്ന് പറഞ്ഞ സോഷ്യലിസ്റ്റ് നേതൃത്വം ജയപ്രകാശ് നാരായണനും മണിവൻ കാരിയും പീറ്റർ ആൾവാരിസും ഒക്കെ നയിക്കുന്ന ഓൾ ഇന്ത്യ റെയിൽവേ മെൻസ് ഫെഡറേഷന്റെ ആഹ്വാനമനുസരിച്ചാണ്. ജില്ലാ പ്രസിഡന്റ് VV ശശീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KN കണ്ണോത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. VN അരിപുരം, KV ലോറൻസ്, അപ്യാൽ രാമചന്ദ്രൻ, KM ശ്രീധരൻ, O വിമല എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമങ്ങളിലെ സാധാരണക്കാർക്ക് സേവന സന്നദ്ധതയുമായി കെയറോസിന്റെ റിസോഴ്സ് സെന്റർ നടക്കാവിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. റേഷൻ കാർഡിന് അപേക്ഷ നൽകൽ, ക്ഷേമ പെൻഷനുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകൽ, അപേക്ഷാ ഫോറങ്ങൾ പൂരിപ്പിച്ചു നൽകൽ, വൈദ്യുതി, ടെലിഫോൺ ബിൽ അടയ്ക്കാനുള്ള സൗകര്യം, സർക്കാരിൽ നിന്നുള്ള വിവാഹ ധനസഹായത്തിനുള്ള ഫോറങ്ങളുടെ വിതരണം, ആരോഗ്യ ഇൻഷുറൻസ്, താലോലം, കാരുണ്യ പദ്ധതികളുടെ വിവരങ്ങൾ, അപേക്ഷകൾ തയ്യാറാക്കി നൽകൽ, വിവിധ ദുരിതാശ്വാസ ഫണ്ടുകൾ ലഭ്യമാക്കുക, വിവിധ പരീക്ഷകളുടെ അപേക്ഷ സമർപ്പിക്കൽ, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അപേക്ഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ കെയറോസിന്റെ നേതൃത്വത്തിൽ റിസോഴ്സ് സെന്ററുകൾ തുടങ്ങിയത്. നടക്കാവ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ റിസോഴ്സ് സെന്റർ നടക്കാവ് കോളനിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് 4ാം വാർഡ് അംഗം P. കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ഫെഡറേഷൻ പ്രസിഡന്റ് ജോളി മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. കെയറോസ് കണ്ണൂർ ജനറൽ കോർഡിനേറ്റർ P. യേശുദാസ് പദ്ധതി വിശദീകരിച്ചു. ദീപ സുനിൽ, P. സുരേഷ്, പത്മിനി ഗംഗൻ എന്നിവർ പ്രസംഗിച്ചു. ആദ്യഘട്ടത്തിൽ ഞായറാഴ്ചകളിൽ പ്രവർത്തിച്ചു വരുന്ന റിസോഴ്സ് സെന്റർ കൂടുതൽ സൗകര്യങ്ങളോടെ മുഴുവൻ സമയവും പ്രവർത്തന സജ്ജമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് വികസന സമിതി ഭാരവാഹികൾ. നവംബർ 2 മുതൽ 5 വരെ നടക്കുന്ന തൃക്കരിപ്പൂർ പേക്കടം ശ്രീ കുറുവാപ്പള്ളി അറ ദേവസ്വം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മനഃശാന്തി എന്ന വിഷയത്തിൽ സിനിമാ സീരിയൽ നടൻ ഇല്ലിക്കെട്ട് നമ്പൂതിരി ആധ്യാത്മിക പ്രഭാഷണം നടത്തി. സകല രോഗങ്ങൾക്കും കാരണം നമ്മുടെ മനസ്സാണെന്നും ഒരാളെ അഭിനന്ദിക്കാൻ കിട്ടിയ അവസരം അയാളെ അഭിനന്ദിക്കാതെ ആ കാര്യം നമ്മുടെ മനസ്സിൽ പിടിച്ചു നിർത്തിയാൽ മാനസിക സമ്മർദ്ദമേറുമെന്നും ഇത് മനഃശാന്തി തകർക്കുമെന്നും ഇല്ലിക്കെട്ട് നമ്പൂതിരി ആധ്യാത്മിക പ്രഭാഷണത്തിലൂടെ ലളിതമായി അവതരിപ്പിച്ചു. മനസ്സിൽ ഒരാളെ അഭിനന്ദിക്കാൻ കിട്ടുന്ന ഒരവസരം കിട്ടിയാൽ അപ്പം നമ്മൾ ആ ആളെ അഭിനന്ദിക്കണം. മനസ്സ് ശാന്തമാകും. അഭിനന്ദിക്കാതെ ഞാൻ അഭിനന്ദിക്കൂല, അങ്ങനെ കട്ടെ എന്ന് വിചാരിക്കും. ആർക്കാ നഷ്ടം? നമ്മൾ വിചാരിക്കുന്നത് എന്താ, പൊതു സദസ്സിൽ വെച്ചിട്ട് ആ മറ്റേ ആളെ അങ്ങനെ അഭിനന്ദിച്ചിട്ട് അവ അങ്ങനെ പേരെടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ആ പറയേണ്ട അഭിനന്ദനത്തെ നമ്മളിവിടെ പിടിച്ചു വയ്ക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? നഷ്ടം അവർക്കല്ല, നമുക്കാണ്. ഇതാണ് ഇവിടെ കിടന്ന് പെരുകുന്നത്. അത് രോഗമായിട്ട് പരിഗണിക്കും. 2 ദിവസങ്ങളിലായി നടന്ന പ്രഭാഷണം കേൾക്കാൻ നിരവധി പേർ ക്ഷേത്രാങ്കണത്തിൽ എത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വെള്ളൂർ ജനകീയ കലാസമിതി സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി PK ധർമാനന്ദ അനുസ്മരണം നടത്തി. PV അപ്പുക്കുട്ടൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വെള്ളൂർ ജനകീയ കലാസമിതി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് PK ധർമാനന്ദ അനുസ്മരണം നടത്തിയത്. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും 1960കളിലും 70കളിലും ഒട്ടനേകം നാടകങ്ങൾ അവതരിപ്പിച്ച് പയ്യന്നൂരിന്റെ നാടകവേദിക്ക് അഭിമാനകരമായ നിലയിൽ അടിത്തറയിട്ട അതുല്യ കലാകാരനായിരുന്നു PK ധർമാനന്ദ്. അനുസ്മരണ പരിപാടിയോടനുബന്ധിച്ച് വെള്ളൂരിന്റെ നാടക പാരമ്പര്യത്തെക്കുറിച്ച് സംവാദം നടത്തി.
വെള്ളൂരിലെ 20-ലധികം കലാസമിതികളുടെ പ്രതിനിധികളും പഴയകാല നാടക നടന്മാരും സംവാദത്തിൽ സംസാരിച്ചു. നാടകനടനും സംവിധായകനും നാടകരചയിതാവുമായ കെ.വി. ലക്ഷ്മണൻ സംവാദം നിയന്ത്രിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എം. രാഘവൻ സ്വാഗതം ആശംസിച്ചു. ജനകീയ കലാസമിതി പ്രസിഡന്റ് എം. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പി. അപ്പുക്കുട്ടൻ മാസ്റ്റർ അനുസ്മരണ ഭാഷണം നടത്തി. സുരേശൻ മാസ്റ്റർ, കെ. പി. പ്രകാശൻ, കെ. പി. പുരുഷോത്തമൻ മാസ്റ്റർ, പി. വി. ഭാസ്കരൻ, എം. കെ. പ്രസാദ്, കെ. വി. മോഹനൻ, പി. പി. ബാലകൃഷ്ണൻ, കെ. വി. എൻ. സുകുമാരൻ, സർഗം ദാമു, എം. പി. രമേശൻ തുടങ്ങിയവർ സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. കേരള തെങ്ങുകയറ്റ തൊഴിലാളി യൂണിയൻ പറവൂരിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം പറവൂരിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് എം. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സംസ്ഥാനതല തെങ്ങുകയറ്റ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ബിന്ദു രാജൻകുട്ടിയെ സംസ്ഥാന സെക്രട്ടറി കെ. പി. ഭാസ്കരൻ അനുമോദിച്ചു. താളിക്കാൽ കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി. സുനിൽകുമാർ, മോഹനൻ കാനായി എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ കൊച്ചി റെയിൽവേ ഗേറ്റിന് അംഗൻവാടിയിൽ പ്രവേശനോത്സവം നടത്തി. കൗൺസിലർ സി. സഞ്ജീവൻ, വെൽഫെയർ കമ്മിറ്റി മെമ്പർമാർ തുടങ്ങിയവർ നേതൃത്വത്തിൽ പൂച്ചെണ്ടുകൾ നൽകി കുരുന്നുകളെ സ്വീകരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളും പ്രീ സ്കൂൾ കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനത്തിന്റെ അവസാന വാക്ക് KVDS. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു. അധികാരികൾക്ക് നിസ്സംഗത. വർഷം 10 ലക്ഷത്തിലധികം വാഹനങ്ങൾ ഇറങ്ങുന്നു. അതിന് അധികമായിട്ട് റോഡുകൾ വരുന്നില്ല എന്നതാണ്. ഈ ഒരു റോഡ് മെറ്റൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ റോഡ് നന്നാക്കുന്ന പരിപാടി നമ്മുടെ ഒരു സർക്കാരിനും ഇല്ല. അത് അപകടങ്ങൾ കൂട്ടുന്നു. അതുപോലെ തന്നെ വാഹനങ്ങളുടെ സ്പീഡ് വർദ്ധിക്കുമ്പോൾ അപകടങ്ങൾ കൂടുകയാണ്. അത് വിദ്യാർത്ഥികളായാലും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ കുട്ടികളെയും എടുത്ത് മൂവിൽ പോകുന്ന ലൈഫിലാണ്. അപകടങ്ങൾക്ക് മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ വാഹനങ്ങൾ അമിത വേഗതയിൽ വരുന്നതാണ്. ഇങ്ങനൊരു കോളേജും ഒരുപാട് കുട്ടികളും എല്ലാം നിൽക്കുന്ന ഒരു സ്ഥലമാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. മിക്കവാറും അമിത വേഗത തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്കെല്ലാം കാരണം. അതുകൊണ്ട് റോഡ് വീതി കൂട്ടാൻ പറ്റുന്നില്ല. അത് തന്നെ മെയിൻ കാരണം. പിന്നെ ഇപ്പോൾ തെരുവ് വണ്ടികൾ മുറുകെ ചാടുന്നതുകൊണ്ട് ഒരുപാട് 2 വീലേഴ്സിൻ്റെ അപകടം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തെരുവ് വണ്ടികളെ നിയന്ത്രിക്കാനുള്ള നടപടി അടിയന്തരമായി ചെയ്യണം. ഇതിൻ്റെ പേരിൽ എത്രയോ ജീവനാണ് നഷ്ടപ്പെടുന്നത് നാം ചിന്തിക്കാറില്ല. ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർമാർ, വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ നിതാന്ത ജാഗ്രത, വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഡ്രൈവർമാർ മാത്രമല്ല, നടക്കുന്നവരും കാൽനട യാത്രക്കാരും സ്കൂട്ടറിൽ പോകുന്നവരും മറ്റു വാഹനങ്ങളിൽ പോകുന്നവരും അതീവ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ഈ റോഡ് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. അതേപോലെ റോഡിൻ്റെ ദുസ്ഥിതി മാറ്റാൻ സർക്കാരും വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപകടം കൂടാനുള്ള ഒരു കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നല്ല റോഡില്ല എന്നുള്ളതാണ്. വാഹനങ്ങളുടെ ആധിക്യം. റോഡ് 1970 കാലഘട്ടത്തിലുണ്ടായ റോഡ് തന്നെയാണ് 2016 ഈ കാലഘട്ടത്തിലുമുള്ളത്. ആ റോഡിന് വികസനമില്ല, വീതിയില്ല. അതേപോലെ തന്നെ ഒറ്റ വരിപ്പാത മാത്രമേ ഉള്ളൂ. 2 വരിപ്പാത ഉള്ളിടത്ത് അവിടെ അപകടങ്ങൾ കുറവുണ്ട്. കാരണം തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലും ആന്ധ്രയിലൊക്കെ റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടങ്ങളൊക്കെ അപകടം കുറവാണ്. കാരണം വാഹനങ്ങൾ കുറവും റോഡ് നല്ല റോഡും. അധികൃതരുടെ ഈ നിസ്സംഗത ജനങ്ങൾക്ക്, അതുപോലെ യാത്രക്കാർക്ക്, ഒട്ടനവധി വാഹന ഉടമകൾക്കും, അതായത് വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും ഇതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ഉത്തരവാദപ്പെട്ടവർ ഇന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ബോധവൽക്കരണം നടത്തി കഴിഞ്ഞാലും കാര്യക്ഷമമായി ഇതിന് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റോഡുകളുടെ വളവ് നീർത്തണം. വളവ് തിരിവുകൾ നിർത്തുകയും അതുപോലെ വളവിൽ നിന്നും മറ്റു വാഹനങ്ങൾ വരുന്നത് കാണുവാനുള്ള ആധുനിക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തണം. പല സ്ഥലങ്ങളിലും ഇപ്പോൾ പ്രൈവറ്റായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തിൽ അത് ഏറ്റെടുത്ത് അത്തരത്തിലുള്ള അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാക്കണം. അതുപോലെ ഡിവൈഡർ സംവിധാനം ഉണ്ടാക്കണം. അതുപോലെ ട്രാഫിക് പരിഷ്കരണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് റോഡ് അപകടങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്.
നിങ്ങളുടെ സ്വപ്നഭവനത്തിന്റെ അവസാന വാക്ക് KVDS. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. അറിയിപ്പോൾ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ചന്തലേലം നവംബർ 6 ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഖേലോ ഇന്ത്യ നാഷണൽ പ്രോഗ്രാം ഫോർ ഡെവലപ്മെന്റ് ഓഫ് സ്പോർട്സ് ബ്ലോക്ക് തല സെലക്ഷൻ നവംബർ 4 മുതൽ 13 വരെ നടക്കും. വിശദവിവരങ്ങൾക്ക് 9497857819 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സർവശിക്ഷാ അഭിയാൻ പയ്യന്നൂർ BRCയുടെ നേതൃത്വത്തിൽ പ്രൈമറി അധ്യാപകർക്കുള്ള ക്ലസ്റ്റർ പരിശീലനം നവംബർ 5 ശനിയാഴ്ച വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടക്കും. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ 12, 13 വാർഡുകളിലെ നികുതി പിരിവ് ക്യാമ്പ് നവംബർ 2 ബുധനാഴ്ച കോവപ്പുറം ജംഗ്ഷനിൽ നടക്കും. നവംബർ 5 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പയ്യന്നൂർ കോളേജ് സെമിനാർ ഹാളിൽ വെച്ച് മേലത്ത് ചന്ദ്രശേഖരൻ അനുസ്മരണം നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അറുതിയില്ലാതെ അപകടങ്ങൾ. പിലാത്രയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 25 പേർക്ക് പരിക്ക്. ഒരാളുടെ നില അതീവ ഗുരുതരം. ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ അപാകത. പ്രതിഷേധം വ്യാപകം. വിവിധയിടങ്ങളിൽ മാർച്ചും ധർണയും. 60ന്റെ നിറവിൽ കേരളം. പിറന്നാൾ ആഘോഷവുമായി വിദ്യാലയങ്ങളും സന്നദ്ധ സംഘടനകളും. എന്ന് നടക്കും ഉദ്ഘാടനം. ആശങ്കയൊഴിയാതെ പാടിയോട്ടുചാലിലെ ബസ് സ്റ്റാൻഡ്. തുലാമഴയിൽ പയ്യന്നൂരിലെ നിർമ്മാണത്തിലിരിക്കുന്ന ഓവുചാലുകൾ തകർന്നു. ദുരിതമനുഭവിച്ച് വ്യാപാരികൾ. കരിവള്ളൂരിലെ കർഷകർക്ക് കണ്ണീരൊടുങ്ങുന്നില്ല. നെൽകൃഷിയിലെ തിരിച്ചടിക്ക് പുറമെ കുരുമുളകിന് ദ്രുതമാട്ടവും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.